ലോകം മുഴുവനുള്ള ഇസ്ലാം മത വിശ്വാസികൾ റമദാൻ മാസത്തിലെ വ്രതാനുഷ്ഠാനത്തിലാണ്. മനസ്സും ശരീരവും ശുദ്ധമായിരിക്കുന്ന ഈ ദിവസങ്ങളിൽ ഗസ നിവാസികളുടെ ഭക്ഷണം പോലും തടഞ്ഞ് തങ്ങളുടെ ക്രൂരത തുടരുകയാണ് ഇസ്രായേൽ. ഈ നോമ്പുകാലത്ത് അവശ്യ സാധനങ്ങളുടെ വിതരണം ഉൾപ്പെടെ തടഞ്ഞുവെച്ച് ഗസക്കാരെ കൂടുതൽ പ്രയാസത്തിലാക്കാൻ നിർദ്ദേശം നൽകിയിരിക്കുകയാണ് നെതന്യാഹുവിൻ്റെ നേതൃത്വത്തിലുള്ള സയണിസ്റ്റ് ഭരണകൂടം. പകൽ മുഴുവൻ വ്രതാനുഷ്ഠാനത്തിൻ്റെ ഭാഗമായി ഭക്ഷണം ഉപേക്ഷിക്കുന്ന ഗസക്കാർക്ക് നോമ്പ് തുറക്കുന്നതിന് ശേഷം ഭക്ഷണമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. മനുഷ്യത്വം എന്ന വാക്കിനോട് പോലും അനുകമ്പ കാണിക്കാതെ തങ്ങളുടെ ക്രൂരത തുടരുന്ന കാഴ്ചയാണ് ഈ റമദാൻ മാസത്തിൽ പോലും നമുക്ക് കാണാൻ കഴിയുന്നത്. എന്നാൽ ഭക്ഷണം മാത്രം തടഞ്ഞാൽ പോരാ, ഇപ്പോൾ യുദ്ധത്തിലേക്ക് തിരിച്ചു കടക്കുകയും ഗസയിലേക്കുള്ള വൈദ്യുതി, വെള്ളം എന്നിവ കൂടി തടയുകയും വേണമെന്നാണ് ഇസ്രായേലിൻ്റെ തീവ്ര വലതുപക്ഷ നേതാവായ ഇതാമർ ബെൻഗ്വിർ അഭിപ്രായപ്പെടുന്നത്. ഞായറാഴ്ചയാണ് റമദാനിൻ്റെ പശ്ചാത്തലത്തിൽ ഗസയിലേക്കുള്ള അത്യാവശ്യ സാധനങ്ങളുടെ പ്രവേശനം താൽക്കാലികമായി നിർത്തിവെക്കുകയാണെന്ന് ഇസ്രായേൽ പ്രഖ്യാപിച്ചത്. ഹമാസ് ആദ്യഘട്ട വെടിനിർത്തൽ നീട്ടാനുള്ള ഇസ്രായേലിൻ്റെ നിർദ്ദേശം അംഗീകരിക്കണമെന്നതിലുള്ള സമ്മർദ്ദം ശക്തമാക്കുന്നതിനായാണ് ഇസ്രായേൽ ഈ ക്രൂരത ഇപ്പോൾ ചെയ്യുന്നത്. തങ്ങളുടെ ആവശ്യം ഹമാസ് നിരസിച്ചാൽ മറ്റു പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് ഇസ്രായേൽ മുന്നറിയിപ്പ് നൽകിയിരുന്നു. എന്നാൽ ഇസ്രായേൽ ജയിലുകളിൽ ശേഷിക്കുന്ന എല്ലാ തടവുകാരെയും മോചിപ്പിക്കാനും ഗസക്കെതിരായ ഇസ്രായേലിൻ്റെ യുദ്ധം അവസാനിപ്പിക്കാനുമാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. അല്ലാതെയുള്ള കരാർ നീട്ടിക്കൊണ്ടുപോകൽ കൊണ്ട് പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല. പരിപൂർണമായ സമാധാനമാണ് വേണ്ടതെന്ന് തന്നെയാണ് ഹമാസ് ആവശ്യപ്പെടുന്നത്. ഗസയിലേക്കുള്ള എല്ലാ മാനുഷിക സഹായങ്ങളും ഇസ്രായേൽ തടഞ്ഞതിനെ തുടർന്ന് ഗസയിലെ പലസ്തീനികൾ റമദാൻ മാസത്തിൽ വിശപ്പും പട്ടിണിയും ഭയപ്പെടുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. ഈ പുണ്യമാസത്തിൽ തങ്ങൾ ക്ഷാമവും പട്ടിണിയും അനുഭവിക്കുകയാണെന്ന് ജബലിയ അഭയാർത്ഥി ക്യാമ്പിലെ ഒരു സ്ത്രീ അൽ ജസീറയോട് വെളിപ്പെടുത്തുന്നു. ഇത് ഒരാളുടെ മാത്രം അവസ്ഥയല്ലെന്നതാണ് വാസ്തവം. വിവിധ ക്യാമ്പുകളിൽ ഇത് തന്നെയാണ് അവസ്ഥ. ഭക്ഷണത്തിനുള്ള വസ്തുക്കൾ തീർന്നുകൊണ്ടിരിക്കുകയാണ്. അതേസമയം ഐക്യരാഷ്ട്രസഭയും ലോകമെമ്പാടുമുള്ള രാജ്യങ്ങളും ഇസ്രായേലിൻ്റെ ഈ നീക്കത്തെ അപലപിച്ചു. ഈജിപ്ത്, ഖത്തർ, ജോർദാൻ എന്നീ രാജ്യങ്ങൾ ഈ നടപടി വെടിനിർത്തൽ കരാറിൻ്റെയും മാനുഷിക നിയമങ്ങളുടെയും നഗ്നമായ ലംഘനമാണെന്ന് പ്രസ്താവനയിൽ പറയുന്നു. അതേസമയം ഞായറാഴ്ച മുതൽ ഗസയിലേക്കുള്ള എല്ലാ സാധനങ്ങളുടെയും സഹായങ്ങളുടെയും പ്രവേശനം നിർത്തിവെക്കാൻ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവിൻ്റെ ഓഫീസാണ് പ്രസ്താവനയിലൂടെ അറിയിച്ചത്. തങ്ങളുടെ ബന്ദികളെ പൂർണ്ണമായി മോചിപ്പിക്കാതെ ഇസ്രായേൽ ഒരു വെടിനിർത്തലും അംഗീകരിക്കില്ല എന്നും പ്രസ്താവന വ്യക്തമാക്കുന്നു. എന്നാൽ ഇസ്രായേലിന്റെ നടപടി വില കുറഞ്ഞ ബ്ലാക്ക്മെയിലാണെന്നും വെടിനിർത്തൽ കരാറിനെതിരായ അട്ടിമറിയാണെന്നും ഹമാസ് ആരോപിച്ചു. ഇസ്രായേൽ നടത്തുന്നത് യുദ്ധക്കുറ്റമാണെന്നും ഹമാസിന്റെ പ്രസ്താവനയിൽ പറയുന്നു. ഇസ്രായേലിൻ്റെ ഈ ശിക്ഷാ നടപടികൾ അവസാനിപ്പിക്കണമെന്ന് മധ്യസ്ഥർ അവരെ നിർബന്ധിക്കണമെന്നും ഹമാസ് ആവശ്യപ്പെട്ടു. Way2Nikah.com, the exclusive Muslim matrimonial site.